അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ അട്ടപ്പാടി ഭാഗത്താണ് കേട്ടോ. അട്ടപ്പാടി നമ്മുടെ അഗളി പഞ്ചായത്തിലാണെന്നുള്ളത്. ഈ അഗളി പഞ്ചായത്തിൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ കാണുന്ന നല്ലൊരു ലൊക്കേഷൻ, ഒരു അടിപൊളി ലൊക്കേഷനാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു അവൈലബിലിറ്റി ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പ്ലോട്ടുകാർ വില്ലാസൊക്കെയാണ് ജസ്റ്റ് സെൻറ്റിന് 4 ലക്ഷം രൂപയൊക്കെയാണ് ഇവിടെ റേറ്റ് ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ആ റേറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. നല്ലൊരു റീസണബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതും ഈ കാണുന്ന നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ട്, ഈ ടാർ റോഡിനോട് ഫേസ് ചെയ്തിട്ട് ഈ കാണുന്ന ഈ ടാർ റോഡ് ഉണ്ടല്ലോ, ഈ ടാർ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു 10 മീറ്റർ ഉണ്ടാവും അല്ലേ, ഒരു 10-20 മീറ്റർ മാത്രം വ്യത്യാസം. ഇതാ ഈ കാണുന്നൊരു ഗേറ്റ് കാണുന്നല്ലോ, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 6.5 ഏക്കർ പറമ്പ് കാറ്റഗറിയിലുള്ള ഒരു ഭൂമിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്കൊരു 600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫാം ഹൗസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലേബേഴ്സിന് താമസിക്കാനായിട്ട് ഒരു 2 ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് കാര്യങ്ങൾ വരുന്നുണ്ട്. 2 ബോർവെൽ വരുന്നുണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ പ്രശ്നമല്ല. അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി നമുക്ക് നമ്മുടെ 3 ഫേസ് കണക്ഷനൊക്കെ നമുക്ക് അഗ്രികൾച്ചറലി വകയായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ സെപ്പറേറ്റ് വീട്ടിലേക്കുള്ള കണക്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ വീടിനെ ചുറ്റിനും നമുക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കോമ്പൗണ്ടൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. ശരിക്കും നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ്. അട്ടപ്പാടിയിൽ ഇതുപോലെ നിരപ്പ് കിടക്കുന്ന ഭൂമി നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 100-400 മാങ്ങ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അവഗാഡോ 100 വരുന്നുണ്ട്, കോക്കനട്ട് ഒരു 400 വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും നെല്ലിക്കയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയും തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ശരിക്കും ഇതാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുണ്ടോ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-500 അടിയോളം നമുക്ക് ഈ ഫേസിങ്ങും റോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഓണർ മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. 6.5 ഏക്കർ പറമ്പ് കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി ഉള്ളത് കേട്ടോ. അപ്പം ഇത് മുഴുവനായിട്ടും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഏക്കറിന് 73 ലക്ഷം രൂപയാണ് കേട്ടോ. ശരിക്കും അതിന് പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ജസ്റ്റ് വെർത്തായിട്ടുള്ള പ്രോപ്പർട്ടി. നമുക്കൊരു ഫാം ഹൗസ് ചെയ്യാനോ ഇനി അതെല്ലാം നമുക്ക് ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ കൺസ്ട്രക്ഷൻ ചെയ്യാൻ എല്ലാത്തിനും സിമ്പിളായിട്ട് പറ്റുന്ന പരിപാടിയുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വേറെ ലീഗലി ഒരു തരത്തിലുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പ്രോപ്പർട്ടി മുഴുവനായിട്ടൊന്ന് ചുറ്റും ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. അത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്കത് നേരിട്ട് വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ഓണർ എടുത്തിട്ട് സംസാരിക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി മുഴുവനായിട്ടും കാണിച്ചു തരാം. കണ്ടതിന് ശേഷം മാത്രം നമ്മളിന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ റോഡ് ആക്സസ് ആണ്. ഈ മെയിൻ റോഡിൽ നിന്നാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. മെയിൻ റോഡ് ആക്സസ് ആണ്, ടാർ റോഡാണ്. ഈ ടാർ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 10 മീറ്റർ കേട്ടോ മാത്രം വ്യത്യാസം ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടോ ഈ സൈഡിൽ നമുക്ക് നല്ല റോഡ് ആക്സ് ആണ്. ഏകദേശം ഒരു 450 അടിയോളം ഏകദേശം നല്ല വീതിയിലുള്ള റോഡ് ആക്സ് ആണ്. ഏകദേശം നമുക്കിത് എടുത്ത് കഴിഞ്ഞിട്ട് 2-3 പീസാക്കിയിട്ട് കൊടുക്കുന്നവർക്കാണെങ്കിലും വെർത്തായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. 2-3 ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിലേ അവർക്ക് റോഡ് ആക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ചുറ്റും ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ട് സെയിലിന്. ഫുള്ള് ക്യാമറയും കാര്യങ്ങളെല്ലാം വെച്ച് നല്ല സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് ഈ സൈഡിലൊക്കെ മൊത്തത്തിൽ കണ്ടോ തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത് നമുക്കൊരു 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു ഫാം ഹൗസാണ്. പിന്നെ അതിനകത്ത് കണ്ടോ ആ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് ലേബേഴ്സും താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് 2 ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടി രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മൊത്തം 3 ഫേസ് കണക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30,000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്, മനസ്സിലായില്ലേ? അതായത് 2 ബോർവെല്ലുണ്ട്. നമുക്ക് എത്ര വേനൽക്കും വറ്റാത്ത കിണറും വെള്ളത്തിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ അതാണ് ഏരിയ വരുന്നത്. നിരന്ന് കിടക്കുന്നതാണ്. എവിടെയും ചെരുവോ കുണ്ടോ കുഴിയോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ വരും നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വരുവേ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതൊക്കെ ശരിക്കും നമുക്കിത് ലേ ഔട്ട് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഏകദേശം പെർ സെൻറ്റ് 4 ലക്ഷം രൂപയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ബോർഡുണ്ട്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബോർഡിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് ഇത് കാണുന്ന റോഡാണ്. ഇതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ വരുന്നത് കാണുന്നുണ്ട് നിങ്ങൾ. ഇതുണ്ടോ ഇത് റോഡാണ്, മെയിൻ ടാർ റോഡ്. നല്ല വൃത്തിയായിട്ടുള്ള നല്ല ടാർ റോഡാണ് ഇത്, മനസ്സിലായില്ലേ? അപ്പോൾ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് എത്താൻ പറ്റുന്നുണ്ടോ. എല്ലാ തരത്തിലുള്ള ചെടികളും കാര്യങ്ങളും ഇതുണ്ടോ. ഇതുണ്ടോ ഇത് മൊത്തം നാരങ്ങ കേട്ടോ. ഇതുപോലെ ഒരുപാട് ചെടികളുണ്ട്, നാരങ്ങ കാര്യങ്ങൾ, അതുപോലെ തന്നെ പപ്പായ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം, വാഹനം കൊണ്ട് പോയി സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് ഇതുണ്ട് ഏകദേശം ഒരു 400ഓളം തെങ്ങ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. തെങ്ങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ ഫെൻസിങ് ഒക്കെ. അത് ഫുള്ളായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരൂല.
അത്രയും കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് പാർട്ടായിട്ട് ഞാൻ എല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് വരിക, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വാഹനവും വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. ഹലോ, ഇത് ഏകദേശം ഒരു 10-400ഓളം ഇതേപോലെ തന്നെ നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഫുൾ റൗണ്ട് നമുക്ക് വാഹനം തന്നെ പോയി കാണാൻ പറ്റുന്ന രീതിയിലാണ് സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വർക്കിന് വേറെ ആളെ നോക്കുക കാര്യമൊന്നും വേണ്ട, ഫിക്സ്ഡ് ആയിട്ട് പുള്ളി തന്നെ ഇവിടെ ഒരു 3 വർഷത്തോളം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു 10-400ഓളം മാവാണ് വെച്ചിരിക്കുന്നത്. എല്ലാം തന്നെ ഒരു 3 വർഷം 5 വർഷത്തിൽ കായ്ക്കുന്ന രീതിയിലുള്ള ഒരു 4 തരത്തിലുള്ള മാവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് അതുപോലെ തന്നെ തെങ്ങ് കാര്യങ്ങൾ, പിന്നെ വാഴ, അതിന് വേണ്ട സകല സാധനങ്ങളുണ്ട്. ഇത് മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ ഭൂമിയുള്ളത്. നിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. മുഴുവനായിട്ടും പറമ്പ് കാറ്റഗറിയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എല്ലാ ഭാഗത്തും പക്ക ക്ലീൻ ആക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു ഫാം ഹൗസോ അല്ലെങ്കിൽ ഒരു കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്ര വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഭൂമി ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലമായിട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 400ഓളം മാംഗോ ട്രീ വരുന്നുണ്ട്. അതെന്നുവെച്ചാൽ ഹിമപ്രസാദ്, മല്ലിക, സിന്ദൂരം, കലാപതി, അൽഫോൻസ തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അവഗാഡോ ഒരു 100 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് ഒരു 400 എണ്ണം വരുന്നുണ്ട്. പിന്നെ സപ്പോട്ട, ലെമൺ ഒരു 200 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഗുവ, ഗസ്പതി, അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ്. അത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബോർവെല്ലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 800 അടി താഴ്ചയുള്ള ബോർവെല്ലാണ്. എല്ലാം 5 HP മോട്ടറാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളത് ആ ഒരു ഭാഗത്തും കൂടെ നമുക്ക് ഒരു ബോർവെല്ല് ചെയ്തിട്ടുണ്ട്. 600 അടിൻ്റെ ബോർവെല്ല് വേറെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അതായത് നമ്മുടെ KCB കണക്ഷനൊക്കെ ഫ്രീ ആണ്. ആണോ, നാരങ്ങയൊക്കെ ഫുള്ളാണ്, ചെടി തൂങ്ങി നിൽക്കുക. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആണോ, നല്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല മാവുകളാണ് കണ്ടോ, ചെടികൾ കാണുന്നത്. ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല മാവ് കാര്യങ്ങൾ, പേരയ്ക്ക, അങ്ങനെയുള്ള സാധനം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ലൊക്കേഷൻ. ഈ ഒരു നല്ലൊരു ഗ്രീന് കാണുന്നില്ലേ, അതായത് ഒരു ഇളം പച്ച, ഇത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഈ ഇളം പച്ച കളറിൽ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ചില വെള്ളവും കാര്യങ്ങളൊക്കെ, വളവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഓരോ സെക്ഷനായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നാരകം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ട്രീ ഒരു ഭാഗത്ത്, തെങ്ങ് കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്, മാവ് വേറെ, പ്ലാവ് വേറെ, അങ്ങനെയുള്ള ഓരോരോ സബ്ബായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. കണ്ടോ, ഒരുപാട് ഇതേപോലെ തന്നെ റിസോർട്ടുകളും വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഫുള്ള് ഈ ഭാഗത്തൊക്കെ നല്ല റിസോർട്ടുകളാണ്, കാണുന്നുണ്ടോ? ഏകദേശം നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ളി റിസോർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ കണ്ടോ, ചുറ്റിനും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ചുറ്റും ഫെൻസിങ്, നമുക്ക് ഈ ഒരു ഭാഗം മുതൽ കണ്ടോ ഇങ്ങനെ പോയിട്ട് ആ ഒരു ലാസ്റ്റ് എൻഡ് വരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണേ. എല്ലാം തന്നെ നമുക്ക് മാവും കാര്യങ്ങളൊക്കെ, മാങ്ങയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇത് നമുക്ക് ഏകദേശം ഒരു 30,000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. ഓക്കെ, കണ്ടോ, ഏകദേശം 30,000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒരു റെസ്റ്റ് ഹൗസൊക്കെ വരുന്നത് കേട്ടോ. ഇതിൽ കണ്ടോ, ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ഭാഗങ്ങളിലേക്ക് വാൾവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് 30,000 ലിറ്ററിൻ്റെ ടാങ്ക് ഡയറക്റ്റ് കണ്ടോ എല്ലാ ഭാഗത്തേക്കും സെപ്പറേറ്റ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ടുണ്ട് കേട്ടോ. എവിടെ നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങോട്ടും ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തിലോട്ടും ഒരു പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും നമുക്കിനി മേടിക്കുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് താമസിക്കുക, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി.
അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും വെച്ചുണ്ടാക്കുക അല്ലെങ്കിൽ വേറൊരു എക്സ്പെൻസ് പൈസ ചിലവാക്കുക ഒന്നും വേണ്ട. പിന്നെ വീടിൻ്റെ കോമ്പൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഒരു തിരിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുമുണ്ട്. മനസ്സിലായോ? ഗാർഡനോ ഇനിയൊരു 10-25 പശുവൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫാമോ കാര്യങ്ങളോ ആടൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ സുഖമായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്ഥലവും സൗകര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വീടിന് മേലെ ഒന്ന് കയറി കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഏരിയ. എങ്ങനെയുണ്ട് ആണോ? കാറ്റാടിപ്പാടവും മലയും ടവറും വീടുകളും പറമ്പിലെല്ലാം കാണാൻ പറ്റിയേ. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. എല്ലാത്തിനും കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേണ്ട സപ്പോർട്ടൊക്കെ അടിപൊളിയാണ്. സപ്പോർട്ട ഉണ്ട്. പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ലൈന് മൊത്തം തെങ്ങാണ് കേട്ടോ. നാരങ്ങയും കാര്യങ്ങളൊക്കെ ഇടയിൽ ഗ്യാപ്പുള്ളവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് വീടിന് ഒരു ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. ഏകദേശം ഒരു ബെഡ്റൂമാണുള്ളത്. ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റിൽ കേട്ടോ. സിമ്പിളായിട്ട് വല്ലപ്പോഴൊക്കെ വന്ന് താമസിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ലേബറിന് പണിക്കാർക്ക് ഇരിക്കാനുള്ളത് തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. റൂഫും കാര്യങ്ങളും കാർ പാർക്കിങ്ങൊക്കെയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ ഫ്രണ്ടിലൊക്കെ എല്ലാം നല്ല ഇളതനും കാര്യങ്ങളായിട്ടുണ്ട് കണ്ടോ. വരുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 6.5 ഏക്കർ പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമിയാണ്. മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ എൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്.